ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ മേക്കപ്പ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെൻസ് ആട്ടോ വെക്കാൻ പോകുന്നത്. ഇത് അക്വാ കളറിൻ്റെ സ്പൈസി ഗ്രേ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എനിക്കൊന്നൊരു 150 ആ ഒരു റേഞ്ച് ഉള്ളൂട്ടോ ഈ ലെൻസിന്. നമുക്ക് ആദ്യം ലെൻസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെൻസ് വെക്കുമ്പോൾ കൈ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വേണം വെക്കാൻ. പൊടിയൊന്നും പാടില്ല. കാരണം കണ്ണിൽ ലെൻസ് വെക്കുമ്പോൾ പൊടി വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ലെൻസ് വെക്കാൻ കേട്ടോ. ലെൻസ് നമുക്ക് സ്വന്തം വെക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആട്ടോ. പെട്ടെന്ന് വെക്കുന്നവരുണ്ട്, പക്ഷേ അപ്പം നമ്മൾ ലെൻസ് വെച്ചിരിക്കുന്നു. നമുക്ക് വേറൊരാൾക്ക് വെച്ച് കൊടുക്കാൻ ഇത്ര ടാസ്ക് ഇല്ല കേട്ടോ. സ്വന്തം വെക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലെൻസ് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ കണ്ണിന് ചെറിയൊരു പൊടി പോയ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും സെറ്റാവും. ആദ്യം വെക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് മേക്കപ്പിൻ്റെ. ആദ്യം നന്നായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ PACൻ്റെ റൈസ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞൊരു ടോണിക് മിസ്റ്റാണ്. ഇത് നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. എൻ്റെ ഒന്നാമത് ഓയിലി സ്കിന്നും കൂടിയാണ്. അപ്പം ഇത് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മോയ്സ്ചറൈസറാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ B5 എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസറാട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം ഓയിലി സ്കിന്നുകാർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാട്ടോ ഇത്. അപ്പോൾ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം എല്ലാവരും ചിലപ്പോൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തിരുമിയിട്ട് തേക്കും. അങ്ങനെ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഇങ്ങനെ ഓരോ ഡോട്ടായിട്ട് വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. കാരണം കയ്യിലിട്ട് നമ്മൾ അത് ഇങ്ങനെ തിരുമി കഴിയുമ്പോൾ പകുതി മോയ്സ്ചറൈസർ കൈൻ്റെ ഉള്ളിൽ തന്നെ പോകും. നമുക്ക് ഫേസിലേക്ക് അധികം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഡോട്ടായിട്ട് തേച്ചിട്ട് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. എന്ത് അപ്ലൈ ചെയ്താലും കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് SPF ആട്ടോ ഇടുന്നത്. നമ്മൾക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പുറത്ത് ഷൂട്ടുണ്ട്. അപ്പം SPF മസ്റ്റായിട്ട് ഇടണം. ഇതെൻ്റെ ഫേവറേറ്റ് SPF ആട്ടോ. ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലും കണ്ടാണ്. ഇത് സ്റ്റിക്ക് ടൈപ്പാണ്. ഭയങ്കര വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിലേക്ക് ഇട്ടെന്ന് തോന്നിക്കത്തേ ഇല്ല. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ നല്ല എളുപ്പമുള്ള SPF ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഷുഗറിൻ്റെ പ്രൈമറാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് മിനിമൈസിങ് പ്രൈമറാണ്, പോഴ്സ് മിനിമൈസിങ് പ്രൈമറാണ്. അപ്പം എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് ജെൽ ടൈപ്പുള്ള പ്രൈമറാട്ടോ ഇത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ മാക്സിമം ജെൽ ടൈപ്പുള്ള പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പ്രൈമർ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ തേച്ച് അങ്ങനെ മസാജ് ചെയ്ത് കളയരുത്. ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഐബ്രോൻ്റെ ഷേപ്പ് എന്താണോ അതേപോലെ ഒന്നിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. ഇത് യൂറോപ്പ് ഗേളിൻ്റെ ഐഷാഡോ ഐബ്രോ പാലറ്റ് ആട്ടോ. ഇതിൽ ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. കാരണം നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്താൽ മതി. ബ്ലാക്ക് ഒക്കെ എടുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ നമ്മൾ വരച്ചൊരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ ഒത്തിരി ഡാർക്കായിട്ട് വരും, ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ആദ്യം ഇവിടെയുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് മാത്രമേ ഫ്രണ്ടിലേക്ക്, അതായത് ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഈ ഏരിയ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതും കൊണ്ടൊന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഐബ്രോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഫിറ്റ്മീൻ്റെ 14 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലർ ആട്ടോ. 599 ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഇതെനിക്ക് യൂസ് ചെയ്ത് ഞാൻ അടുത്തായിട്ട് മേടിച്ച കൺസീലറാണ്, പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കൺസീലറാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഐബ്രോൻ്റെ അടിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പം നമ്മൾ ഐബ്രോൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് ഐബ്രോൻ്റെ ഷേപ്പ് അതേ ഷേപ്പിൽ കൂടെ. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇത് ഫിറ്റ്മീൻ്റെ തന്നെ കൺസീലർ ആട്ടോ. ഷെയ്ഡ് ഇതാണ് 50. ഇത് നമുക്ക് കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൺസീൽ ചെയ്യാം. ഞാൻ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നില്ല കണ്ണിൻ്റെ മേളിൽ. എനിക്ക് ഒത്തിരി ഡാർക്ക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഈ കൺസീലർ ബ്ലെൻഡ് ചെയ്തെടുക്കാനും ഭയങ്കര സുഖമാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റാട്ടോ. കാരണം അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കത്തേ ഇല്ല. അപ്പോൾ ഗായ്സ് നമ്മൾ നെക്സ്റ്റ് ടാർട്ടേൻ്റെ കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടാൻസാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, പക്ഷെ എന്നാലും നല്ല റിസൾട്ടാട്ടോ. ഇതിൻ്റെ നല്ല കവറേജുമാണ്. അപ്പോൾ ഇത് വെച്ച് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ പ്രോപ്പർ കളർ കിട്ടണമെങ്കിൽ നന്നായിട്ട് കൺസീൽ ആവണം. ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് ഡ്രൈ ആവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിന്നുകാർ ഒത്തിരി യൂസ് ചെയ്യേണ്ടായിരിക്കും, കാരണം യൂസ് ചെയ്താൽ ലൈൻസ് വീഴാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ മാക്കിൻ്റെ ഈ സ്റ്റുഡിയോ ഫിക്സിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC 43.5 ആണ്. ഒത്തിരി അപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റ്. PACൻ്റെ ന്യൂട്രൽ ഷെയ്ഡുകളുടെ ഒരു പാലറ്റാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഇതാട്ടോ. ഒരു സ്മോക്കി ഐ മേക്കപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ ഈ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈറ്റ് കളറുകളാണ് ക്രീസ് ലൈനിൽ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ ഷെയ്ഡ് വെച്ചിട്ടാട്ടോ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ഈ ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷെയ്ഡ് വെച്ചിട്ടാട്ടോ. ഈ കോർണറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഇട്ട ഷെയ്ഡിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഈ ഷെയ്ഡാട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് ഡാർക്ക് ഷെയ്ഡ് നേരെ അപ്ലൈ ചെയ്യരുത്. നമ്മളിങ്ങനെ ലൈറ്റ്, പിന്നെ അതിൻ്റെ തൊട്ട് ഡാർക്ക്, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വേണം കേട്ടോ സ്മോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത് നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതേപോലെ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ ചെറിയ കുഞ്ഞു കണ്ണുള്ള അല്ലെങ്കിൽ കണ്ണ് കുറച്ച് കുഴിഞ്ഞ ആൾക്കാരൊന്നും സ്മോക്കി ഐസ് ചെയ്യരുത്. അപ്പോൾ വീണ്ടും അവിടെ കണ്ണ് ഉള്ളിലേക്കായ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല കുറച്ച് വലിപ്പമുള്ള കണ്ണൊക്കെ ആണെങ്കിൽ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് നമ്മൾ ഷുഗറിൻ്റെ ജെൽ ലൈനർ വെച്ചിട്ടാണ് കേട്ടോ കണ്ണെഴുതാൻ പോകുന്നത്. ഇത് നമുക്ക് സ്മജ് ചെയ്ത് കൊടുക്കാനുള്ള കേട്ടോ. നമ്മളങ്ങനെ എഴുതിയ പോലെ വെക്കുന്നില്ല, സ്മോക്ക് ചെയ്ത് ആയതുകൊണ്ട് സ്മജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലത്തെ ഒരു സ്മജിൻ്റെ ബ്രഷ് ഉണ്ടാവും. ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്രഷും കൊണ്ട് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അവിടെ ഒത്തിരി നമ്മൾ സ്മജ് ചെയ്യണ്ട, അത്യാവശ്യം വീതിയിൽ തന്നെ നമ്മൾ ഇത് സ്മജ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു സ്മോക്കി ഐ മേക്കപ്പിൻ്റെ ലുക്ക് കിട്ടത്തുള്ളൂ. ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കണ്ടോ. ഇതേപോലെ നന്നായിട്ട് സ്മജ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പം ഗ്ലിറ്റർ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഗ്ലിറ്റർ അപ്ലൈ, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഐ മേക്കപ്പ് ആണെങ്കിൽ മാറ്റ് ആയിട്ടുള്ള വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കണ്ണിൻ്റെ ഇവിടെ ഒന്നും കൂടെ സ്മജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ലൈനിൽ നമ്മൾ ജെൽ ലൈനർ ഉള്ള സ്ഥലത്ത് ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്നും കൂടെ ഒന്ന് ജെല്ലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഗ്ലിറ്റർ കാണാത്ത പോലെ. മാക്സിമം ലൈനിൽ ഗ്ലിറ്റർ വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലിറ്റർ വേണമെന്നുള്ളവർക്ക് മാത്രം ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുക സ്മോക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാറ്റ് ലുക്ക് ആണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ലാഷസ് വെക്കാൻ പോവാം കേട്ടോ. ഞാൻ യൂറോ പാരിസിൻ്റെ 54 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡല്ല, നമ്പർ. ഇത് PACൻ്റെ ലാഷിൻ്റെ ഗ്ലൂ ആട്ടോ യൂസ് ചെയ്യുന്നത്. ലാഷസും ലെൻസും വെക്കലാണ് നമുക്ക് സെൽഫായിട്ട്. ലെൻസ് നമുക്ക് പിന്നെ വെക്കാം, ലാഷസ് കുറച്ച് ടാസ്ക്കാണ്. എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് വെച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും സ്വന്തം വെച്ച് ശീലമില്ല, വെച്ച് കൊടുത്തല്ലേ ശീലമുള്ളൂ. കമോൺ, നമുക്ക് ലാഷസ് വെക്കാം. വളരെ സൂക്ഷ്മമായിട്ട് വേണം ലാഷസ് വെക്കാൻ. നമുക്ക് നെക്സ്റ്റ് മസ്കാര ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ലാഷസും ഫേക്ക് ലാഷസും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇത് കളർ ബാറിൻ്റെ കേട്ടോ ലാഷസ്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇത് തിക്നെസ് ആക്കുന്ന ഭാഗം ഇതിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ ലെങ്തിനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. 2 പർപ്പസ് ഒരു മസ്കാരയിൽ. നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലാഷസ് ഇതും കൂടെ സെപ്പറേഷൻ പാടില്ല, അത് നന്നായിട്ട് ഒരുമിച്ചാക്കി കൊടുക്കുക. അപ്പോൾ ഐ മേക്കപ്പ് നമുക്ക് ഏകദേശം ഫിനിഷായി. ഇനി നമുക്ക് എല്ലകളുടെ പ്രോ കൺസീലർ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഈ പാടൊക്കെ ഒന്ന് കവർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് പാടുകളിലൊന്ന് ഡോട്ട് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് പിന്നെ ഫുൾ പാടായതുകൊണ്ട് മൊത്തം ഡോട്ടായിരിക്കും. കണ്ണിൻ്റെ അടിയിലും ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഡാർക്ക്നെസ് ഉള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യണം. എനിക്ക് ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ.
ജസ്റ്റ് കൈ കൊണ്ടാട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഈ മാർക്കിലൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തുടച്ചെടുക്കരുത്. പ്രൊഡക്റ്റ് അവിടെ വേണം, എന്നാലേ അത് കവർ ചെയ്തിരിക്കത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട്, നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിൽ അങ്ങനെയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കൈ കൊണ്ടാട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഫൗണ്ടേഷനല്ല, കൺസീലർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കവർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ നേരെ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ ചിലപ്പം ഒരു ഓറഞ്ച് ടോൺ വരും നമ്മുടെ സ്കിന്നിന്. അപ്പം അതിന് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ ടോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ അടിയിലും കൂടെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. മേക്സ് മീൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഷെയ്ഡ് വന്നിട്ട് 301 ആണ്. ഇതൊരു മാറ്റ് വെൽവെറ്റ് ഫൗണ്ടേഷനാണ്. ഓയിലി സ്കിന്നുകാർക്കൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഫൗണ്ടേഷൻ. ഡ്രൈ സ്കിന്നുകാർ ഒത്തിരി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊരു മാറ്റ് ലുക്കാണ്. ഒരു ഗ്ലോ, അങ്ങനെ ഒത്തിരി ഗ്ലോ തരുന്ന ഫൗണ്ടേഷൻ അല്ല, പക്ഷെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷനാട്ടോ. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ എപ്പോഴും ഈ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ കവറേജ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ വന്ന 2 കുരു. അല്ലെങ്കിൽ എങ്ങനെയുള്ളൂ, നമ്മൾ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കുരു വരും. അപ്പോൾ ഫേസിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. നമ്മൾ ഫേസിലിടുന്ന പോലെ തന്നെ നെക്കിലും ഇടണം. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ ഫേസും നെക്കും തമ്മിൽ 2 ഷെയ്ഡ് ആയിട്ടിരിക്കും. പിന്നെ ഈ ഫൗണ്ടേഷൻ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ മാർക്കൊക്കെ ഉണ്ട്, നമ്മൾ കവർ ചെയ്യണ്ട. ഈ ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ നന്നായിട്ട് കവറാവും കേട്ടോ. നല്ല ഫൗണ്ടേഷൻ, നല്ല ലാസ്റ്റിംഗ് ഉള്ള ഫൗണ്ടേഷനാട്ടോ ഇത്. അതേപോലെ കുറേ പേര് ഈ ബ്രഷ് ഏതാന്ന് ചോദിച്ചായിരുന്നു. ഇത് മാഴ്സിൻ്റെ ബ്രഷാട്ടോ. കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ടാർട്ടിൻ്റെ നേരത്തെ പറഞ്ഞ കൺസീലർ വെച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒത്തിരി യൂസ് ചെയ്യണ്ട, ലൈറ്റായിട്ട്. ഇത് കണ്ണിൻ്റെ ഇടയിൽ കൺസീൽ ചെയ്യാൻ അടിപൊളി ബ്രഷാട്ടോ.
ജസ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് പൗഡറും കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മാക്കിൻ്റെ കോമ്പാക്റ്റ് വെച്ചിട്ട് തന്നെ കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച സെയിം കോമ്പാക്റ്റ് വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. കണ്ണിൻ്റെ അടിയിൽ കുറേ ലൈൻസ് ഒക്കെ ഉള്ളവർ ഒത്തിരി പൗഡർ ഇട്ട് സെറ്റ് ചെയ്യരുത്. അപ്പോൾ ലൈൻസ് വീണ്ടും നന്നായിട്ട് എടുത്തറിയും. അതേപോലെ നമുക്ക് ഫേസിലും ഒന്ന് പൗഡർ ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഡ്രൈ സ്കിന്നുകാരൊന്നും പൗഡർ അധികം ടച്ച് ചെയ്ത് കൊടുക്കണ്ട. എൻ്റെ നല്ല ഓയിലി സ്കിന്നോ, അതുകൊണ്ടാട്ടോ ഞാൻ പൗഡർ സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ മിലാനീൻ്റെ ബ്ലഷാട്ടോ യൂസ് ചെയ്യുന്നത്. ക്രീം ബ്ലഷാണ്. നമുക്കൊരു ഗ്ലാസ് സ്കിൻ, ഒരു ഡൂയി ഫിനിഷ് തരും കേട്ടോ ഈ ബ്ലഷ്. പൗഡർ ബ്ലഷിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ക്രീം ബ്ലഷ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ഗ്ലോ കിട്ടും ഫേസിന്. ഒരു ഗ്ലാസ് സ്കിൻ ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിയാലും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവും കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഞാൻ കണ്ണ് എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം മേളിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. കണ്ണ് എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് എഴുതാം കേട്ടോ. ഞാൻ പണ്ട് മുതലേ കണ്ണങ്ങനെ ഒത്തിരി അടിയിൽ എഴുതാത്തതുകൊണ്ട് എനിക്ക് എഴുതി കഴിയുമ്പോൾ എന്തോ പോലെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതേപോലെ ചെറിയ കണ്ണൊക്കെ ഉള്ളവർ കണ്ണിൻ്റെ അടിയിൽ എഴുതാത്തതാണ് നല്ലത്. അടിയിലും കൂടി എഴുതി കഴിയുമ്പോഴത്തേന് വീണ്ടും ചെറിയ കണ്ണ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. വലിപ്പം തോന്നിക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് മസ്കാര ഇട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. നമുക്ക് കണ്ണിൻ്റെ അടിയിൽ മസ്കാര ഇടാം. ചെറിയൊരു മസ്കാര ബ്രഷായിട്ട് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ചെറിയ ബ്രഷാണെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് അടിയിൽ നമുക്ക് ചെറിയ ലാഷസ് ആണല്ലോ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ആട്ടോ ഇടുന്നത്. ഞാൻ ഈ ലിപ് ലൈനർ വെച്ചിട്ട്, ചാമ്പഴിൻ്റെ ഈ ലിപ് ലൈനർ വെച്ചിട്ടാട്ടോ ഇടുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാട്ടെ. ഒരു ഡാർക്ക് കളറാട്ടോ. ഞാൻ ഇന്നൊരു ഓംബ്ര ലിപ്പ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് ലൈനും ഉള്ളിൽ ലൈറ്റ് റെഡ് പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ടാട്ടോ ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ഡാർക്ക് ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ നമുക്ക് കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ലിപ്പിൽ ഓംബ്ര ചെയ്ത് നോക്കിയിട്ടില്ല, എന്നറിയാം എങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും, രണ്ട് ഷെയ്ഡ് പോലെ. ഉള്ളിൽ കുറച്ച് റെഡ്, പുറമെ ഡാർക്ക് ലൈൻ. ഞാൻ ഉള്ളിലിട്ടേക്കുന്ന റെഡ് ഷെയ്ഡ് ഈ ഷുഗറിൻ്റെ ആട്ടോ. ഷുഗറിൻ്റെ 36 വെറോണിക്ക മാർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ ഇത്. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ കൊടുക്കാൻ പോവാണ്. ഇത് അർബൻ ഡിക്കേൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതേപോലെ തന്നെ നല്ല ലാസ്റ്റിങ്, നമുക്ക് മേക്കപ്പൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് ഫേസിൽ ഡ്രൈ ആവുന്നവരെ കണ്ണു തുറക്കാൻ പാടില്ല കേട്ടോ. ഓ ഇനി എന്തൊക്കെയുണ്ട്? ഹെയർ ഉണ്ട്, സാരി ഉണ്ട്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു സമയമാകും. ഗൈസ്, ഇപ്പം നമ്മൾ ഐബ്രോൻ്റെ അടിയിലും കണ്ടതിൻ്റെ ഈ ഇന്നർ കോർണറിലും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. നമ്മൾ യൂറോപ്പ് ഗേളിൻ്റെ ഹൈലൈറ്റർ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഗൈസ്, ഞാൻ ലക്ഷ്മിക്കുട്ടീനെ മുറിച്ചിട്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഞാനിന്ന് പ്രേമലു ആകാൻ നോക്കിയതാണ്. പക്ഷെ ഇങ്ങനെ നല്ലടാ, ശരിക്കും ഇട്ടാ പൊളിയാ അല്ലേടേ? അപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ഹെയർ. ഇതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ഞാനൊരു ലൂസായിട്ടുള്ള കേൾ ചെയ്തിട്ട് ഇങ്ങനെ കേൾസ് വരുന്ന ടൈപ്പ് ലൂസ് കേൾസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു എൻ്റെ ക്രിമ്പിംഗ് മെഷീൻ ഏത് കമ്പനീൻ്റെയാണ്. ഞാൻ വെലോസിറ്റീൻ്റെ ക്രിമ്പിംഗ് മെഷീനായിട്ടോ യൂസ് ചെയ്യുന്നത്. ചെറുതാണ്, എനിക്ക് ഒത്തിരി വലുതിനേക്കാളും ചെറിയ ക്രിമ്പിംഗ് മെഷീനാണ് നമുക്ക് എപ്പോഴും ഒരു നാച്ചുറൽ ക്രിമ്പിംഗ് നമുക്ക് തരുന്നത്. ഇതിലെ ഭയങ്കര വലിയ മടക്കായിരിക്കും വലിയ മെഷീൻ്റെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ചെറുതാട്ടോ. ഇതുകൊണ്ട് നമുക്കിനി ക്രൗൺ പോർഷൻ ക്രിമ്പ് ചെയ്യാനുണ്ട്. അതിനി ക്രിമ്പ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ക്രൗൺ പോർഷൻ മാത്രമേ ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ മുടി ഒശൂതാ പിന്നറ നിൽക്കുന്ന പണിപാടി. കുഴപ്പമില്ല, നമുക്ക് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കാം. ഓരോ ചെറിയ സെക്ഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ എക്സ്റ്റൻഷൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്റ്റൻഷൻ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ നമുക്കെടുക്കാം. ഞാൻ കിസ്സിൻ്റെ ഹെയർ എക്സ്റ്റൻഷൻസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാ നല്ല എക്സ്റ്റൻഷനാണ്, നമുക്ക് ഭയങ്കര നാച്ചുറാലിറ്റി ആയിരിക്കും കേട്ടോ. വെച്ചാലും അങ്ങനെ ഒത്തിരി വെച്ചതായിട്ടുള്ള ഫീലിംഗ് നമുക്ക് കിട്ടില്ല. നമ്മുടെ ഹെയർ പോലെ തന്നെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇതിനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ടിക് ടാക്ക് പോലത്തെ ക്ലിപ്പാട്ടോ. അപ്പം ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം എന്നോട് കുറേ പേര് അയണർ ഏതാണെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്ന അയൺ മെഷീൻ ഞാൻ വേഗേൻ്റെ ആട്ടോ യൂസ് ചെയ്തത്. ഞാൻ മുന്നേ ഐക്കോണിക്കിൻ്റെ ആയിരുന്നു, അത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗേൻ്റെ ആട്ടോ ഇപ്പം മേടിച്ചേക്കുന്നത്. വേഗേൻ്റെ മെഷീനാണ് കേട്ടോ. ബാക്കിൽ നമ്മൾ എടുത്തേക്കുന്ന സെക്ഷനില്ലേ എക്സ്റ്റൻഷൻ വെക്കാൻ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഓരോ പോർഷൻ എടുത്തിട്ട് ഒന്ന് അയൺ ഗേൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കേൾസ് ആണല്ലോ ഹെയർ ചെയ്യുന്നത്, അപ്പോൾ ജസ്റ്റ് അയൺ ഗേൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കൂടുതലും അയൺ ഗേൾസ് ഇടാനായിട്ട് ഇഷ്ടം. അതാകുമ്പോൾ നമ്മൾ നീറ്റായിട്ടുള്ള നല്ല കേൾസ് ആയിരിക്കും. കണ്ടോ, നല്ല നീറ്റ് കേൾസ് ആയിരിക്കും. അതേപോലെ ബാക്കി ഹെയറും കൂടെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം.
കളർ ചെയ്തൊരു നല്ല രസമുണ്ടല്ലേ കേൾസ് വന്നപ്പോൾ. അതേപോലെ ഇനി വരുന്ന ബ്രൈഡ്സ് എല്ലാവരും ഹെയർ കളർ ചെയ്ത് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ബാക്കിൽ ഇപ്പോൾ എക്സ്റ്റൻഷൻ നമ്മൾ ക്ലിപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ അവിടെ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പ് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ബാക്ക് കോംബ് ചെയ്ത സ്ഥലത്ത് ഞാൻ ടാഫ്റ്റിൻ്റെ ഷോർട്ട് സ്കോഫിൻ്റെ ടാഫ്റ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അതെണ്ടത് കണ്ടോ, ഹെയർ ഇങ്ങനെ എടുക്കുന്നു. ക്ലിപ്പ് ഈ ഫസ്റ്റ് ക്ലിപ്പ് ഈ ഭാഗത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിതിനെ ഒന്ന് സെക്യൂർ ആക്കാം. ഇവിടെ ജസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആരും വലിച്ചാൽ പോലും താഴെ വരത്തില്ല. പിന്നെ എല്ലാവരും എക്സ്റ്റൻഷൻ മേടിക്കും. ആ എടോ ബ്ലഡി ഫുൾ. ഇത് നമുക്ക് ക്രൗൺ പോർഷൻ മാത്രം ഹെയർ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് പരിപാടി ലാസ്റ്റുള്ള പരിപാടി. അയ്യോ എൻ്റെ ക്ലിപ്പ് എന്തി, ക്ലിപ്പ് മിസ്സിങ് കഴിച്ച. ആ ഓക്കെ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമ്മുടെ എക്സ്റ്റൻഷൻ്റെ മേളിലുള്ള ബാക്ക് ഹെയർ ഇത് നമുക്ക് കേൾ ചെയ്തിടണം. ശരിക്കും എക്സ്റ്റൻഷൻ മേടിക്കും നമ്മുടെ ഹെയറിൻ്റെ കളർ എന്താണോ അതനുസരിച്ച് വേണം മേടിക്കാൻ. ഇതേപോലെ റെഡൊക്കെ ഉണ്ടെങ്കിൽ റെഡൊക്കെ വരുന്ന ടൈപ്പ് എക്സ്റ്റൻഷൻ മേടിക്കണം. നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ബാക്കിൽ ഇങ്ങനെ ഒരു ചെറിയ സെക്ഷൻ നേരത്തെ എടുത്ത പോലെ ഒരു സെക്ഷനും കൂടി എടുക്കുക ഇതേപോലെ. എന്നിട്ട് ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഈ സെക്ഷൻ നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ബാക്കിലെ ഈ ബാക്കിയുള്ള ഹെയർ കേൾ ചെയ്യണം. ഓരോ സെക്ഷൻ എടുത്ത് കേൾ ചെയ്താൽ മതി. ഇതേപോലെ കേൾ ചെയ്തിടാം. നല്ല ചൂടെടുക്കുന്നല്ലോ. നമ്മൾ കേൾ ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ കൂട്ടി കേൾ ചെയ്യരുത്, അത് പ്ലാസ്റ്റിക്കാണ്, എല്ലാം കൂടി ഉരുകിയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ക്ലിങ് ക്ലിങ്. ആണോ, കളറടിച്ച കോഴിക്കുഞ്ഞ്. ആ ഈ പറയുന്ന ആളുടെ തല പറയുന്നില്ല. ചേട്ടയാണ് ഇപ്പൊ ഇത്രയും കളർ അടിച്ച് കിടക്കുന്നത്. ചേട്ടൻ്റെ തലയിൽ ഇപ്പൊ 5-6 കളർ കണ്ടുണ്ട് കേട്ടോ. ചുമപ്പ്, ഗോൾഡൻ, ഏതൊക്കെയോ ഉണ്ട്. ഓക്കെ, ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് ബാക്കിലേക്ക് ഇടാം. ഇപ്പം നമ്മൾ മേള് മാറ്റി വെച്ച സെക്ഷൻ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സെക്ഷൻ എടുത്ത് കേൾ ചെയ്ത് ഇടുക കേട്ടോ.
ചെളി ഗൈസ് നമ്മൾ ബാക്കിൽ ഏകദേശമൊക്കെ കേൾസ് ചെയ്തിട്ട് എനിക്ക് കാണുന്നില്ല, പിന്നെ എൻ്റെ ഒരു ഊഹത്തിനങ്ങ് ചെയ്തിട്ടതാണ്. പിന്നെ നമുക്കറിയാമല്ലോ സെൽഫായിട്ട് ചെയ്യുമ്പം എത്രത്തോളം നീറ്റ് ആകും എന്നുള്ള കാര്യം. നമുക്ക് ഫ്രണ്ടിൽ കേൾസ് കൊടുക്കാം. അപ്പം താഴെ ഈ ഭാഗത്ത് ചെറിയൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട്, നമുക്ക് അയൺ കേൾസ് ഇടാം. ഫ്രണ്ടിൽ മാക്സിമം എനിക്ക് നീറ്റായിട്ട് തന്നെ വേണം എന്നാണ്. നല്ല ചൂടാണ്. ഒരു സെക്ഷനും കൂടി എടുക്കാം. സെക്ഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് വോളിയം ഉള്ള പോലെ ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇനി ഈ സൈഡും കൂടി ചെയ്യാനുണ്ട്. ഈ സൈഡ് ചെയ്തു. ഈ സൈഡ് നമ്മൾ എക്സ്റ്റൻഷനും നമ്മുടെ ഹെയറും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടേക്കും കേട്ടോ. ഇനി ഇത് സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. സ്പ്രേ ചെയ്യുമ്പോൾ ഫേസിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഓർത്തില്ലാട്ടോ ഇത്രയും പോലും ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അവസാനം ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന്. എനിക്ക് കേൾ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഗൈസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഈ സൈഡ് ചെയ്യാം. പറയുന്നില്ല ഞാൻ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഈ സൈഡ് ചെയ്യാൻ അത്ര വശം കിട്ടുന്നില്ല. പണിപാട്.
ഏകദേശം നമ്മൾ ഹെയർ കംപ്ലീറ്റ് ചെയ്തു. ഈ സൈഡ് പിന്നെയും കുഴപ്പമില്ലാതെ കിട്ടി. ഈ സൈഡ് എനിക്ക് ഒട്ടും കേൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സെൽഫായിട്ട് ചെയ്യുമ്പോൾ കുറേ പരിമിതികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ. നമുക്ക് ഓർണമെൻറ്റ്സ് ഇടണം, സാരി ഉടുക്കണം. ഇതാണ് ഇനി അടുത്ത ടാസ്ക്. വലിച്ചടാ, മുടിയും കൂടെ വലിക്കലടാ. പോട്ടെ 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 മതി. എടാ മുടി അടക്കാടാ. ഗൈസ്, ഞാൻ കമ്മലിടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ. ഈ മാലേൻ്റെ സെറ്റ് വരുന്ന കമ്മൽ ഇതാണ്, നല്ല ലെങ്തിയാണ്. എനിക്കിത് ചേരുമോ എന്നുള്ളൊരു വെച്ച് കാണിച്ചു തരാവേ. കുഴപ്പമില്ല അല്ലേ ചേട്ടാ? എങ്ങനെയുണ്ട് ചേട്ടേ? ലുക്കിംഗ് ലൈക്ക് വാവ്. എത്ര നേരത്തെ കഷ്ടപ്പാടാ. ഒയ്യോ, നല്ല ഹെവിയാ. ഇത് അവിടെ എത്തിയിട്ട് ഞാൻ ഇടാൻ തോന്നുന്നു കേട്ടാ. പുറത്തേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങും? ഊബറിനാ പോകുന്നത് ഞങ്ങൾ. ഞങ്ങളുടെ കാറ് പണി മുടക്കിയിരിക്കുന്നു. ഉഷു, നല്ല വെയിറ്റ്. കാത് തൂങ്ങി ഇങ്ങനെ താഴെ എത്തും തോന്നുന്നു കേട്ടാ. കമ്മൽ വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. വേണല്ലേ? എൻ്റെ ഇത് എൻഗേജ്മെൻറ്റിൻ്റെ സാരി കേട്ടോ. എനിക്ക് എൻഗേജ്മെൻറ്റിന് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ സാരിയിൽ ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് നടന്നത്. പക്ഷേ ഈ സാരി ഞാൻ ഇങ്ങനെ ഉടുക്കാനല്ല പ്ലാൻ ചെയ്തത്. സമയത്തിൻ്റെ പരിധി മൂലം ഞങ്ങൾ അഴിച്ചിട്ടു. കൊള്ളാം അല്ലേ? എനിക്കിഷ്ടപ്പെട്ട്. ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യണം, എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ട അവസ്ഥ. ഇനിയിത് വന്നിട്ട് ഞാനിത് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുക്കണം. എന്തൊക്കെ പണിയാണോ മതി തോന്നുന്നു. പാവം ചേട്ടാ, കുറേ നേരം ഇവിടെ ഇതിലെ കൂടെ ഒക്കെ ഇരുന്നും കിടന്നൊക്കെ എടുത്തു തന്നത്. ഞങ്ങളുടെ റൂമിൽ ഇച്ചിരി സ്ഥലക്കുറവുണ്ട്, അതുകൊണ്ട് ചേട്ടൻ കുറച്ച് ബുദ്ധിമുട്ടിന്നല്ലേ? ഏടേ കുറച്ച് സ്ഥലമുള്ളൂ. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണണം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോകണം അല്ലേ ഡേ? ഇനി ഇതേപോലെ അടിപൊളി 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 വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.